പാണ്ഡവരും കൗരവരും തമ്മിലുള്ള രാത്രിയുദ്ധം കടോൽഗജന്റെ വധത്തോടുകൂടി അവസാനിച്ചിരുന്നില്ല. പല വികാരങ്ങളുള്ള, പല മനോഭാവങ്ങളുള്ള ആ യുദ്ധം തുടർന്നു പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ കർണന്റെ വേലുകൊണ്ട് കടോൽഗജൻ പതിച്ചതിനു ശേഷം എല്ലാ യോദ്ധാക്കൾക്കുമിടയിൽ പലതരത്തിലുള്ള വികാരമുണ്ടായി. രാത്രിയുദ്ധം പിന്നെ എങ്ങനെ 15-ാം നാളിലേക്ക് പോയി? നമുക്ക് നോക്കാം കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 31-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. കടോൽഗജന്റെ പതനം അതാരെക്കാട്ടിയും അസഹനീയമായി തോന്നിയത് യുധിഷ്ഠിരനായിരുന്നു. ആ നിമിഷം പോലും യുധിഷ്ഠിരൻ തൻ്റെ സേനയുടെ ചുമതല ഏൽപ്പിച്ചതും കൗരവരുമായി നേരിടാൻ പറഞ്ഞതും ഭീമസേനനോടായിരുന്നു. തൻ്റെ പുത്രൻ മരിച്ച ദുഃഖം ഭീമസേനനിൽ ഒരുപാടായിരുന്നു. ആ ദുഃഖത്തെയെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അയാൾ തൻ്റെ രഥത്തിൽ കയറിയിരുന്നു. മറ്റുള്ളവരൊരിക്കലും തൻ്റെ ദുഃഖം നിറഞ്ഞ മുഖം കാണാൻ പാടില്ലല്ലോ. കാരണം എന്താ? ഈ എൻ്റെയേറെ സൈന്യം, എൻ്റെയേറെ പാണ്ഡവ സൈന്യത്തിൻ്റെയും ധൈര്യമെന്ന് പറയുന്നത് അത് ഭീമൻ തന്നെയാണ്. ഭീമൻ സംരക്ഷിക്കുന്ന പാണ്ഡവസേനയല്ലേ. അതുകൊണ്ട് തന്നെ തൻ്റെ വിഷമം ഭീമൻ പുറത്ത് കാണിച്ചിരുന്നില്ല. അങ്ങനെ ആ രഥം കൗരവസേനയ്ക്ക് മുന്നോട്ടായി നയിച്ചുകൊണ്ടേയിരുന്നു. ഭീമൻ ആ രഥത്തിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുകയുമായിരുന്നു. ഈ സമയം യുധിഷ്ഠിരൻ തനിക്ക് കടോൽഗജൻ എത്രത്തോളം പ്രിയങ്കരനായിരുന്നുവെന്ന് ഓരോന്നോരോന്നായി ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടോൽഗജൻ അവരെ സഹായിച്ച ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി കടോൽഗജൻ ചെയ്തു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും യുധിഷ്ഠിരൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കടോൽഗജനോടുള്ള അമിത വാത്സല്യം യുധിഷ്ഠിരൻ്റെ മനസ്സിനെ ഫുൾ നിയന്ത്രണം വിട്ടൊരവസ്ഥയിലേക്ക് എത്തിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മുടെ മകനായിട്ടുള്ള അഭിമന്യു വധിക്കപ്പെട്ടതിന് പ്രതികാരം വീട്ടുവാനായിട്ടാണ് പാർത്ഥൻ, ഫൽഗുണൻ, അർജുനൻ ജയദ്രഥനെ വധിച്ചതും ഇത്രയും വലിയൊരു ടാസ്ക് നിറവേറ്റിയതും. എന്നാൽ ശരിക്കും ജയദ്രഥനെ ആയിരുന്നു അർജുനൻ വധിക്കേണ്ടിയിരുന്നത്. അർജുനൻ ശരിക്കും ദ്രോണരെയും അതുപോലെ കർണനെയുമല്ലേ വധിക്കേണ്ടിയിരുന്നത്. കാരണം ഇവർ രണ്ടുപേരും കൂടെയല്ലേ അഭിമന്യുവിനെ ഇങ്ങനെ ഒരവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. യുധിഷ്ഠിരൻ്റെ ദേഷ്യം നിയന്ത്രണം വിട്ടു പോവുകയാണ്. യുധിഷ്ഠിരൻ കർണനെ വധിക്കണമെന്നൊരൊറ്റ ഉദ്ദേശത്തോടുകൂടി ക്രോധത്തിൽ തൻ്റെ രഥത്തിൽ കർണന് നേരെ പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവിടെ കൗരവർക്കിടയിൽ ജയാരവങ്ങൾ മുഴങ്ങുന്നത് യുധിഷ്ഠിരനിൽ ഒരുപാട് ക്രോധമുണ്ടാക്കി. യുധിഷ്ഠിരൻ ഇങ്ങനെ പോകുന്നത് കണ്ടുടനെ തന്നെ ശിഖണ്ഡി ഒരു സൈന്യവുമായി യുധിഷ്ഠിരൻ്റെ പിന്നാലെ പോയി. യുധിഷ്ഠിരനെ സംരക്ഷിക്കണമല്ലോ, രാജാവല്ലേ. ഈ സമയം യുധിഷ്ഠിരൻ തൻ്റെ പടയെ നയിച്ചു പൊയ്ക്കൊണ്ടിരുന്നതിന് നടുവിലായി വേദവ്യാസൻ പ്രത്യക്ഷപ്പെട്ടു. വേദവ്യാസൻ എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, സാമ്രാട്ട് യുധിഷ്ഠിര, അങ്ങീ ചെയ്യുന്നത് ചെയ്യാതിരുന്നാലും അവർക്കെല്ലാം മതിക്കാനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങ് തിരിച്ചു പോയാലും ഇന്നേ 5-ാം നാൾ ഈ ഭൂമണ്ഡലം മുഴുവനും അങ്ങേക്ക് സ്വന്തമാകും. അത് മറക്കരുത്. അതുകൊണ്ട് തിരിച്ചു പോയാലും എന്ന് പറഞ്ഞു. വേദവ്യാസൻ ഈ പറഞ്ഞത് കേട്ടിട്ട് യുധിഷ്ഠിരൻ തിരികെ പോയി. അങ്ങനെ രാത്രി യുദ്ധം ഇങ്ങനെ മുറുകിപ്പൊക്കൊണ്ടിരുന്ന സമയം കൗരവ പാണ്ഡവ പക്ഷത്തുള്ള സൈനികരെല്ലാവരും ക്ഷീണിച്ചു തുടങ്ങി. കുതിരകളും ആനകളും എല്ലാം ക്ഷീണിച്ചു തുടങ്ങി. രാത്രി മുഴുവനും യുദ്ധം ചെയ്യുകയാണല്ലോ, ഉറക്കം കിട്ടുന്നില്ല. ഇത് അർജുനൻ തിരിച്ചറിഞ്ഞു. അർജുനൻ ഉടനെ തൻ്റെ സേനയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ചന്ദ്രൻ പൂർണ്ണമായി ഉദിക്കുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ കുറച്ച് കണ്ണടച്ച് കിടന്ന് ഉറങ്ങുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവർ യുദ്ധമൊന്ന് നിർത്തിവെച്ചു. ഇത് കണ്ട് കൗരവരും അതുപോലെ ചെയ്തു. അങ്ങനെ സൂര്യാസ്തമയം കഴിഞ്ഞു, സൂര്യോദയമായി. 15-ാം ദിവസത്തിൻ്റെ തുടക്കം. 15-ാം ദിവസം യുദ്ധം തുടങ്ങിയ സമയത്ത് സൂര്യൻ ഉദിക്കുമ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ കേട്ടത് കിളികളുടെ നാദമോ ഇരുപക്ഷങ്ങളുടെ ക്യാമ്പുകളിലുമുള്ള, ഇരുപക്ഷങ്ങളുടെ ശിബിരങ്ങളിലുമുള്ള മന്ത്രജപങ്ങളോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ആയുധം മൂർച്ച കൂട്ടുന്ന ശബ്ദമോ അല്ലായിരുന്നു. പരസ്പരം വേദന കൊണ്ട് പുളയുന്ന ആളുകളുടെ അലറിവിളികളായിരുന്നു. ക്രോധത്തോടുകൂടി അലറി വിളിക്കുന്നതായിരുന്നു. പൊടിപടലങ്ങൾ പറക്കുന്നതായിരുന്നു. ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ കരച്ചിലുമായിരുന്നു അവർ കേട്ടുകൊണ്ടിരുന്നത്. അത്രത്തോളം ഭയാനകമായ പോരാട്ടം. രഥചക്രങ്ങൾ തകർന്നു വീഴുന്ന ശബ്ദം, ദിവ്യാസ്ത്രങ്ങൾ ആവാഹിക്കുന്ന ശബ്ദം. അങ്ങനെ കുരുക്ഷേത്ര ഭൂമിയിലുള്ള ഒരു യോദ്ധാക്കൾക്കും അവർക്ക് ബോധം കിട്ടുന്നില്ല. കാരണം അവർ അത്രത്തോളം ഇമോഷണലി വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇവർക്ക് ചുറ്റിനും ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആരാണ് അർജുനൻ, ആരാണ് കർണൻ, ആരാണ് ദുര്യോധനൻ, ആരാണ് ഭീമസേനൻ, അങ്ങനെ ആരെയും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇതുതന്നെയാണ് മൃഗങ്ങളുടെയും അവസ്ഥ. അങ്ങനെ ഇരുപക്ഷങ്ങളിലുമുള്ള പടയാളികളുടെയും യോദ്ധാക്കളുടെയും ബോധം മറഞ്ഞു നിന്ന ആ സമയത്ത് പോലും ബോധമുണ്ടായിരുന്നത് 2 പേർക്ക് മാത്രമായിരുന്നു. കൗരവപക്ഷത്തിൽ ദ്രോണാചാര്യർക്കും പാണ്ഡവപക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മഹാരഥനുമായ അർജുനനും. ഇവർക്ക് 2 പേർക്കും മാത്രമേ ആ സമയത്ത് അവരുടെ സ്വബോധമുണ്ടായിരുന്നുള്ളൂ. ഇവർ 2 പേരെയും അവരവരുടെ പക്ഷത്തുള്ള സൈന്യങ്ങൾ ശരണം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ ദ്രോണരും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടാനായി ഒരുങ്ങി. എന്നാൽ ഇത് ദ്രോണരും അർജുനനും മാത്രമുള്ള പോരാട്ടമല്ലായിരുന്നു. ദ്രോണരുടെ കൂടെ 3 യോദ്ധാക്കളുണ്ടായിരുന്നു. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ. അതുപോലെ അർജുനൻ്റെ കൂടെ
3 യോദ്ധാക്കളും ഉണ്ടായിരുന്നു: നകുലൻ, സഹദേവൻ, ഭീമസേനൻ. ഈ 4 മഹായോദ്ധാക്കൾ പരസ്പരം പോരാടി തുടങ്ങി. നകുലൻ ദുര്യോധനനെ ലക്ഷ്യമാക്കി വന്നു. നകുലനും ദുര്യോധനനും പരസ്പരം ആദ്യം സഹോദരന്മാർ തമ്മിലുള്ളൊരു പോരാട്ടമായി തുടങ്ങിയെങ്കിലും പിന്നെ ആ പോരാട്ടം കാര്യമായി. നകുലൻ ദുര്യോധനൻ്റെ വലത്തെ ഭാഗം മുഴുവനും അസ്ത്രങ്ങൾ കൊണ്ട് മൂടി മുറിവേൽപ്പിച്ചു. ഇത് കണ്ട് എല്ലാവരും ഒന്ന് ദുര്യോധനനെ നോക്കി. എന്നാൽ ദുര്യോധനൻ്റെ മുഖത്തോ ക്രോധമായിരുന്നു. നകുലൻ എന്ത് ചെയ്തോ അത് ദുര്യോധനൻ തിരിച്ചും ചെയ്തു. ദുര്യോധനൻ നകുലൻ്റെ വലത്തെ ഭാഗം മുഴുവനും അസ്ത്രങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. പക്ഷേ ഇത് രണ്ടും ഇവർ തളർത്തിയില്ല. ഇവർ വീണ്ടും ആക്രമിച്ചു കൊണ്ടിരുന്നു. നകുലൻ തൻ്റെ രഥത്തിൽ മുന്നോട്ട് കയറുകയും പിന്നോട്ടിറങ്ങുകയും വട്ടം ചുറ്റിയും എല്ലാം ദുര്യോധനനെ ആക്രമിച്ചു. എന്നാൽ ആ ആക്രമണങ്ങളെല്ലാം വിഫലമായി പോവുകയായിരുന്നു. ദുര്യോധനൻ ആ ആക്രമണങ്ങളെ എല്ലാം ചെറുത്തു നിർത്തുകയും ചെയ്തു. നകുലനെ നല്ല രീതിക്ക് ആക്രമിക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ നകുലന് പിന്നോട്ട് പോകേണ്ടി വന്നു. ആ രീതിക്ക് ദുര്യോധനൻ ആക്രമിച്ചു. എന്നാൽ ഈ സമയം ദുശാസനൻ സഹദേവനെ ലക്ഷ്യമാക്കി പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദുശാസനൻ സഹദേവനെ ആക്രമിച്ചു തുടങ്ങി. ദുശാസനൻ്റെ രഥചക്രം കറങ്ങുന്ന ആ ഒരു ശബ്ദം യുദ്ധഭൂമിയെ കിടിലം കൊള്ളിച്ചു എന്നാണ് പറയുന്നത്. ഗർജിച്ചുകൊണ്ട് ദുശാസനൻ സഹദേവന് നേരെ അസ്ത്രങ്ങൾ എയ്യാനൊരുങ്ങി. എന്നാൽ ഈ സമയം സഹദേവൻ പെട്ടെന്ന് തൻ്റെ കൈകൾ അനക്കുന്നതും കണ്ടു. അതുപോലെ ഒരു ഞാണലിയും കേട്ടു. സഹദേവൻ എന്താ ചെയ്തതെന്നറിയത്തില്ല. പെട്ടെന്ന് കൈ അനക്കി സഹദേവൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അടുത്ത നിമിഷം ദുശാസനൻ്റെ രഥത്തിൻ്റെ നിയന്ത്രണം കൂടെയാണ്. ആ രഥം ഇങ്ങനെ നിയന്ത്രണമില്ലാതെ വട്ടം ചുറ്റിയ സമയത്ത് എല്ലാവരുമേ ഇതെന്താ സംഭവിച്ചത് എന്നും പറഞ്ഞ് രഥത്തിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദുശാസനൻ്റെ സാരഥിക്ക് തലയില്ല. നകുലൻ അതിവേഗം ആളുകൾക്ക് കാണാൻ കഴിയുന്നതിനെക്കാട്ടിയും വേഗത്തിൽ അസ്ത്രമെയ്തുകൊണ്ട് ദുശാസനൻ്റെ സാരഥിയുടെ തല തെറിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. എല്ലാവർക്കും ഇത് ശരിക്കും ഒരത്ഭുതമായി. എന്നാൽ ദുശാസനൻ പിന്നീട് കാണിച്ചത് പ്രശംസനാർഹമായ ഒരു കാര്യമായിരുന്നു. കുതിരകളെ നല്ലതുപോലെ തെളിക്കാൻ അറിയുന്ന ദുശാസനൻ ഉടനെ തന്നെ തൻ്റെ രഥത്തിൽ നിന്നുകൊണ്ട് കുതിരകളെ നിയന്ത്രിക്കാനൊരുങ്ങി. എന്നിട്ട് കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ട് സഹദേവനെ ആക്രമിക്കാനൊരുങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ കടിഞ്ഞാണിൽ പിടിച്ച് കുതിരകളെ നിയന്ത്രിക്കും, ആ കടിഞ്ഞാണ് വിട്ട് അസ്ത്രമെയ്യും. വീണ്ടും കടിഞ്ഞാണിൽ പിടിച്ച് കുതിരകളെ നിയന്ത്രിക്കും, ആ കടിഞ്ഞാണ് വിട്ട് അസ്ത്രമെയ്തും. ഇത് എല്ലാവരും ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു. എന്നാൽ ഈ കടിഞ്ഞാണ് വിട്ടതിന് ശേഷം അസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു വില്ലെടുക്കാൻ പോകുന്ന ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പ് മനസ്സിലാക്കി സഹദേവൻ ദുശാസനനെ ആക്രമിച്ചു. അത് ദുശാസനന് നല്ലതുപോലെ കൊണ്ട്. ഈ സമയം സഹദേവൻ്റെയും ദുശാസനൻ്റെയും രഥങ്ങളുടെ നടുക്കായി ഒരു അസ്ത്രം വന്ന് തറച്ചു. സഹദേവനിൽ നിന്ന് ദുശാസനനെ രക്ഷിക്കുവാനായി പാഞ്ഞെത്തുന്ന അംഗരാജൻ കർണനെയാണ് ആ കണ്ടത്. കർണൻ തൻ്റെ വില്ലിങ്ങനെ പിറക്കോട്ട് വലിച്ചുകൊണ്ട് ദുശാസനൻ്റെയും സഹദേവൻ്റെയും അടുത്തിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു ദിശയിൽ ഞാണലി കേൾക്കുന്നതും കേട്ടു. ഊക്കോടുകൂടി കുറച്ച് അസ്ത്രങ്ങൾ വന്ന് കർണൻ്റെ കയ്യിലും നെഞ്ചിലേക്കും തറയ്ക്കുന്നതും കണ്ടു. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് വൃഗോദരൻ ഭീമസേനനെയായിരുന്നു. ഭീമൻ ക്രോധത്തോടുകൂടി കർണന് നേരെ പാഞ്ഞെടുത്തു. ഇവർക്കിടയിൽ വീണ്ടും ഭയാനകമായ ഒരു പോരാട്ടം അരങ്ങേറി. പോരാട്ടമെന്ന് പറയുമ്പോൾ പരസ്പരം മുറിവേൽപ്പിക്കുക എന്നൊരൊറ്റ ചിന്തയോടുകൂടി അസ്ത്രങ്ങൾ എയ്തു തുടങ്ങി. അങ്ങനെ പരസ്പരം അസ്ത്രങ്ങളെയ്ത് ഇവരുടെ രഥങ്ങളിങ്ങനെ അടുത്തടുത്ത് വന്നു. രഥങ്ങൾ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്കും അസ്ത്രം ചെയ്യാൻ പറ്റാണ്ടായി. കാരണം വളരെ അടുത്ത് വന്നു. ആ സമയം രണ്ടുപേരും വില്ലങ്ങോട്ട് വെച്ചിട്ട് ഗദ കൊണ്ട് പ്രയോഗം തുടങ്ങി. ഈ ഗദായുദ്ധത്തിൽ ഭീമൻ തൻ്റെ ശക്തമായ കൈകൊണ്ട് ഗദ ഊക്കോടെ ചുഴറ്റി കർണൻ്റെ ഈ ഒരു കൊടി ഘടിപ്പിച്ചേക്കുന്ന ദണ്ടുണ്ടല്ലോ, ആ ദണ്ട് അടിച്ച് തെറിപ്പിച്ചെന്ന് കളഞ്ഞു. കർണൻ ഉടനെ ഒരു ഗദയെടുത്ത് ഭീമന് നേരെ എറിഞ്ഞു. ഭീമൻ ഒരൊറ്റ അടി ആ ഗദ പല കഷ്ണങ്ങളായി മുറിച്ചങ്ങിട്ടു. എന്നിട്ട് ഭീമൻ എറിയാൻ പറ്റുന്ന രീതിയിലുള്ള മറ്റൊരു ഗദയെടുത്ത് കർണന് നേരെ വലിച്ചെറിഞ്ഞു. ഈ ഗദ കർണൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് കർണൻ അസ്ത്രങ്ങളിൽ ഈ ഗദ തിരിച്ചയച്ചു. ഈ ഗദ ഇങ്ങനെ വന്നപ്പോൾ ഭീമനങ്ങ് മാറിക്കളഞ്ഞു. ഗദയുടെ ആഘാതത്തിൽ ഭീമൻ്റെ കൊടി ഘടിപ്പിച്ചിരുന്ന ദണ്ട് പൊട്ടിപ്പോയി, കൊടി മുറിഞ്ഞു. അതുപോലെ തന്നെ ഈ സാരഥി ഉണ്ടല്ലോ, ഈ സാരഥിക്ക് ഈ ഗദ വന്നടിച്ച് എഫക്റ്റ് കാരണം സാരഥിയുടെ ബോധവും പോയി. ഇത് കണ്ട് ക്രോധം വന്ന ഭീമൻ തൻ്റെ കയ്യിലൊരു വില്ലെടുത്തിട്ട് തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ വന്ന് കർണൻ്റെ കൊടി മുറിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ കർണൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. അതുപോലെ അസ്ത്രങ്ങൾ നിറച്ചിരുന്ന കർണൻ്റെ ആവനാഴി മുറിച്ചു കളഞ്ഞു. ഇത് കണ്ടപ്പോഴത്തേക്കും കർണൻ വീണ്ടും ക്രോധത്തോടുകൂടി ഭീമനെ ആക്രമിച്ച് ഭീമൻ്റെ കറുത്ത നിറത്തിലുള്ള കുതിരകളെ വധിച്ചു. അങ്ങനെ കുതിര വധിക്കപ്പെട്ടു. സാരഥിക്ക് ബോധവുമില്ല. കുതിരകളെ മാത്രമല്ല, ഭീമസേനൻ്റെ രഥത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിന്നിരുന്ന 2 യോദ്ധാക്കളെയും കൂടെ കർണൻ വധിച്ചിട്ടു. അങ്ങനെ സാരഥിക്ക് ബോധമില്ല, കുതിരകൾ വധിക്കപ്പെട്ടു. ഉടനെ തന്നെ ഭീമസേനൻ തൻ്റെ രഥത്തിൽ നിന്ന് സഹദേവൻ്റെ രഥത്തിലേക്ക് ചാടിക്കയറി. ഈ സമയം കുരുക്ഷേത്ര ഭൂമിയെ കിടിലം കൊള്ളിക്കുന്ന രീതിയിൽ പല ദിവ്യാസ്ത്രങ്ങളുടെ ഒച്ച കേൾക്കുന്ന രീതിക്കും പല വെളിച്ചങ്ങളുടെ വിസ്ഫോടനങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ആ സ്ഥലം എല്ലാവരും ഭയത്തോടുകൂടി ഒന്ന് നോക്കി. അവിടെ
ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടമാണ്. ആരാ? ദ്രോണരും അർജുനനും തമ്മിലുള്ള പോരാട്ടം. ഈ യുദ്ധഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദിവ്യാസ്ത്രങ്ങൾ അറിയുന്ന രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടം അല്ലേ? ആ യുദ്ധഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ അറിയുന്നത് 3 പേർക്കാണ്: ദ്രോണാചാര്യർ, അർജുനൻ, അശ്വത്ഥാമാപു. അങ്ങനെ ദ്രോണരും അർജുനനും തമ്മിൽ പോരാടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവസാനം അശരീരി വരെ കേട്ടുവെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പോരാട്ടം. അങ്ങനെ അർജുനനും ദ്രോണനും പോരാടിക്കൊണ്ടിരുന്ന സമയം അർജുനനെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദ്രോണർ അയക്കുന്ന അസ്ത്രങ്ങളെ എല്ലാം അർജുനൻ നിഷ്ഫലമാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ദ്രോണർക്ക് ക്രോധം വന്നു. അർജുനന് മേൽ തൻ്റെ സുപ്പീരിയോറിറ്റി കാണിക്കുവാനായിട്ട് ദ്രോണർ കടന്ന കൈ പ്രയോഗിച്ചു. മറ്റുള്ള യോദ്ധാക്കൾ സാധാരണ അസ്ത്രങ്ങൾ അയക്കുന്നത് പോലെ ദ്രോണർ അർജുനന് നേരെ ശക്തമായ ദിവ്യാസ്ത്രങ്ങൾ മന്ത്രം ജപിച്ച് ഒന്നിനു പിന്നാലെ ഒന്നായി അയച്ചു. ആളുകൾ നോക്കിയപ്പോൾ ദ്രോണരുടെ വില്ല് അഗ്നി പോലെ തിളങ്ങുന്നു. അതിൽ നിന്ന് ബഹുവർണ്ണത്തിലുള്ള ദിവ്യാസ്ത്രങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അതിൻ്റെ എഫക്റ്റ് ചുറ്റിനുമുള്ള യോദ്ധാക്കളിൽ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകണം. കാരണം അങ്ങനത്തെ ആയുധങ്ങളായിരുന്നു ദ്രോണർ പ്രയോഗിച്ചത്: ഐന്ദ്രം, ത്വാഷ്ട്രം, വായവീയം, വാരുണം, പാശുപതം. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് മഹാദേവനിൽ നിന്ന് അർജുനൻ നേടിയെടുത്ത അർജുനൻ്റെ കയ്യിൽ മാത്രമുള്ള പാശുപതമല്ല, ഇത് വേറെ പാശുപതമാണ്. ഒട്ടുമിക്ക എന്താ പറയുക, മഹായോദ്ധാക്കൾ ചിലരുടെ കയ്യിലൊക്കെ ഈ പാശുപതം കാണും. അർജുനൻ്റെ കയ്യിലിരിക്കുന്നത് മഹാപാശുപതമാണ്. ഈ മഹാപാശുപതമാണ് ഏറ്റവും ശക്തി കൂടിയ ദിവ്യാസ്ത്രമായി കണക്കാക്കുന്നത്. മഹാപാശുപതം, ഇത് പാശുപതം. ഈ 5 ദിവ്യാസ്ത്രങ്ങളും അർജുനന് നേരെ ഒന്നിനു പിന്നാലെ ഒന്നായി ദ്രോണർ പ്രയോഗിച്ച് കണ്ടപ്പോൾ പാണ്ഡവ പക്ഷത്തിലുള്ള ആളുകളും കൗരവ പക്ഷത്തിലുള്ള ആളുകളും അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. ഗുരുദേവൻ എന്തായി കാണിക്കുന്നത്? സാധാരണ അസ്ത്രം പ്രയോഗിക്കുന്ന വഴിയാണല്ലോ പ്രയോഗിച്ചത്. കിരീടി എന്താ ചെയ്യാൻ പോകുന്നത് എന്നും പറഞ്ഞ് അർജുനനെ നോക്കിയപ്പോൾ അർജുനൻ ഇതേ അസ്ത്രങ്ങളെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ തന്നെ ദിവ്യമായ ശക്തമായ അസ്ത്രങ്ങൾ തിരിച്ചയച്ച് അതിനെയെല്ലാം വിഫലമാക്കി. അങ്ങനെ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിലെ സാധാ യോദ്ധാക്കൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത, കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിലുള്ള ദിവ്യാസ്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചു തുടങ്ങി. കാരണം ഇവർക്ക് മാത്രം അറിയാവുന്ന ദിവ്യാസ്ത്രങ്ങളുണ്ടല്ലോ. അവിടെ അശ്വത്ഥാമാവ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ദിവ്യാസ്ത്രങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായേനെ. അപ്പോൾ അങ്ങനത്തെ ദിവ്യാസ്ത്രങ്ങൾ അവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ ഒരു എഫക്റ്റിൽ ആകാശമണ്ഡലത്തിൽ യക്ഷന്മാരും ദേവന്മാരും ദാനവന്മാരും അപ്സരസ്സുകളും ഋഷിമാരും ഇവരെല്ലാവരും വന്ന് നിന്ന് ഇത് കാണുകയാണ്. അവർക്കൊരു അത്ഭുതമായി തോന്നുന്നു. അങ്ങനെ ആകാശത്തിൽ ഒരു അശരീരി കേൾക്കുന്നു: ഈ യോദ്ധാക്കൾ പോരാടുന്നത് പോലെ ഇവരെ കൊണ്ടേ പറ്റുള്ളൂ. എന്താ ഒരു പോരാട്ടം! രുദ്രൻ 2 ഭാഗങ്ങളായി തിരിഞ്ഞിട്ട് പരസ്പരം പോരാടിയാൽ അതൊരു പക്ഷേ ഇങ്ങനെ ഇരിക്കും എന്ന് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു. അത്രത്തോളം അതിഗംഭീരവും ഭയാനകവുമായ ഒരു പോരാട്ടം അവിടെ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ ദ്രോണാചാര്യർ കടന്ന കൈയൊരെണ്ണം പ്രയോഗിക്കാൻ പോവുകയാണ്. ദ്രോണാചാര്യർ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ചു. ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം എന്ന് പറയുമ്പോഴത്തേക്കും ദ്രോണർ അർജുനനെ മാത്രം ലക്ഷ്യമാക്കിയല്ല ചെയ്തത്. അർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേനയും കൂടെ മുടിക്കാനായിട്ട്, അതായത് സാധാരണ ആളുകൾക്ക് നേരെയും ദ്രോണർ പ്രയോഗിക്കുന്നെന്നുള്ള രീതിക്കാണ് ഈ ഒരു ബ്രഹ്മാസ്ത്രം ആവാഹിച്ചത്. കാരണം ഈ ബ്രഹ്മാസ്ത്രം ഇതെന്തോ ഗ്രേഡ് കൂടിയ ബ്രഹ്മാസ്ത്രമാണ്. അത് ആവാഹിച്ച സമയത്ത് ചുറ്റിനും അതിൻ്റെ എഫക്റ്റുകളുണ്ടായി. സമുദ്രത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ടായി. ആകാശത്തിൽ കാർമേഘങ്ങൾ നിറഞ്ഞു, ഇടിമിന്നലുകൾ വന്നു. അതും വ്യത്യസ്തമായിട്ടുള്ള നിറത്തിലുള്ള ഇടിമിന്നലൊക്കെ. ഭൂമി ചെറുതായിട്ടൊന്ന് കുലുങ്ങി. അങ്ങനത്തെ അതിശക്തമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം, ഈ ബ്രഹ്മാസ്ത്രം അർജുനന് നേരെ നെയ്തു. ഈ അസ്ത്രം, ദിവ്യാസ്ത്രം ഇങ്ങനെ വരുന്ന, ഈ ബ്രഹ്മാസ്ത്രം ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അർജുനൻ അതിൻ്റെ എഫക്റ്റ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പാണ്ഡവസേനയിൽ ഒരു സെക്ഷനെല്ലാം ഇതിൻ്റെ എഫക്റ്റിൽ നല്ലതുപോലെ പീഡിതരാകുന്നു. ഉടനെ തന്നെ അർജുനൻ തൻ്റെ ബ്രഹ്മാസ്ത്രം അങ്ങ് ആവാഹിച്ചു. ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് അർജുനൻ ദ്രോണർ കഴിച്ച ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിച്ചു. 2 ബ്രഹ്മാസ്ത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അർജുനൻ ഈ ബ്രഹ്മാസ്ത്രത്തെ മറ്റേ ബ്രഹ്മാസ്ത്രത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ടാണ് അയച്ചത്. ദ്രോണർ സർവ്വവിനാശത്തിനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രഹ്മാസ്ത്രം അയച്ചത്. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മാസ്ത്രം ഏറ്റുമുട്ടിയ സമയത്ത് അതിൻ്റെ എഫക്റ്റ് യുദ്ധഭൂമി മുഴുവനും ഉണ്ടായി. ഈ സമയം ദ്രോണരെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നുകൊണ്ടിരുന്ന ദൃഷ്ടദ്യുമ്നനെ ദുശാസനൻ കയറി തടഞ്ഞുവെങ്കിൽ പോലും ദുശാസനനിട്ട് ദൃഷ്ടദ്യുമ്നൻ നല്ല പണി പണിഞ്ഞു. ദുശാസനനൊന്നും ദൃഷ്ടദ്യുമ്നനെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി കളഞ്ഞു. എന്നിട്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രോണർക്ക് നേരെ പാഞ്ഞു കയറി ആക്രമിക്കാനൊരുങ്ങി. അങ്ങനെ ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ ലക്ഷ്യമാക്കി പാഞ്ഞു പൊക്കൊണ്ടിരുന്ന സമയം ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിന് കുറുകെ 4 രഥങ്ങൾ വന്നു നിന്നു. കൃതവർമ്മനും കൃതവർമ്മൻ്റെ 3 സഹോദരന്മാരുമായിരുന്നു. അങ്ങനെ ദൃഷ്ടദ്യുമ്നന് മുന്നിൽ 4 യോദ്ധാക്കൾ നിൽക്കുന്നു. ഉടനെ തന്നെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് ദൃഷ്ടദ്യുമ്നനെ സഹായിക്കുവാനായി അവിടെ പാഞ്ഞെത്തി നകുല സഹദേവന്മാർ. അങ്ങനെ നകുല സഹദേവന്മാർ അവിടെ നിന്ന് പോരാടി തുടങ്ങിയ ആ സമയം ദൃഷ്ടദ്യുമ്നൻ വീണ്ടും ദ്രോണരെ ലക്ഷ്യമാക്കി പാഞ്ഞു പൊക്കൊണ്ടിരിക്കുന്നു. ദ്രോണരെ ലക്ഷ്യമാക്കി ദൃഷ്ടദ്യുമ്നൻ പാഞ്ഞു പൊക്കൊണ്ടിരുന്ന സമയം ദൃഷ്ടദ്യുമ്നൻ്റെ വഴിമധ്യേ കുറേ അസ്ത്രങ്ങൾ വന്ന് തറച്ചു. ദൃഷ്ടദ്യുമ്നൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ ലക്ഷ്യമാക്കി വരുന്നത്
ദുര്യോധനനാണ്. ദുര്യോധനൻ അസ്ത്രങ്ങൾ തൂകിക്കൊണ്ടാണ് ധൃഷ്ടദ്യുമ്നന് നേരെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ദുര്യോധനന്റെ രഥത്തിന് കുറുകെ മറ്റൊരു രഥം വട്ടം വെച്ച് കയറി നിൽക്കുകയാണ്. ആരാണ്? സാത്യകി. അങ്ങനെ സാത്യകിയും ദുര്യോധനനും പരസ്പരം അസ്ത്രങ്ങൾ ഊങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം ദുര്യോധനന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായി. സാത്യകി ആ പുഞ്ചിരി കണ്ട് സാത്യകിയും പുഞ്ചിരിച്ചു. രണ്ടുപേർക്കും അവരവരുടെ മനസ്സിലുള്ള ചിരിയുടെ കാര്യമെന്തെന്ന് മനസ്സിലാക്കി രണ്ടുപേരും അവരുടെ ആയുധങ്ങൾ താഴ്ത്തി പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മിത്രമേ, ഈ യുദ്ധഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ക്രോധത്തിനോടും അത്യാഗ്രഹത്തിനോടും അറിവില്ലായ്മയോടും ക്ഷത്രിയ ധർമ്മത്തിനോടും എനിക്കിപ്പോൾ നാണക്കേട് തോന്നുകയാണ്. അതുകൊണ്ടല്ലേ, ആ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ ഞാൻ നിന്നോടും നീ എന്നോടും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ക്ഷത്രിയധർമ്മം മുറുക്കി പിടിച്ചുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ ഹൃദയം ലക്ഷ്യമാക്കിയും നീ എൻ്റെ ഹൃദയം ലക്ഷ്യമാക്കിയും അസ്ത്രം ഓങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. ഞാനിത് പറയുന്നതിൻ്റെ കാര്യമെന്തെന്ന് നിനക്കറിയാം. കാരണം നീ എനിക്ക് എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് മിത്രമേ. നീ എനിക്ക് എൻ്റെ പ്രാണനേക്കാട്ടിയും പ്രിയപ്പെട്ടവനായിരുന്നു. പണ്ട് നമ്മുടെ ഗുരുനാഥന്മാരായിട്ടുള്ള ദ്രോണരെടുത്തും അതുപോലെ തന്നെ ബലഭദ്രൻ്റെ അടുത്തും നമ്മൾ ആയോധന കലകൾ പഠിച്ചുകൊണ്ടിരുന്ന സമയം നമ്മൾ എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ ഒരുമിച്ച് ചെയ്തിരുന്ന ബാലക്രീഡകളെല്ലാം നിനക്ക് ഓർമ്മയില്ലേ? എന്തു രസമായിരുന്നു അല്ലേ? നമ്മളിലുണ്ടായിരുന്ന കുട്ടിക്കളികളൊക്കെ ഇപ്പോൾ എവിടെ പോയി മിത്രമേ? ഈ യുദ്ധഭൂമിയിലേക്ക് വന്നിട്ട് പരസ്പര വൈര്യത്തോടു കൂടി നമ്മൾ പോരാടുന്നു. കഷ്ടം, കഷ്ടം. ഇത് കേട്ടിട്ട് സാത്യകി തൻ്റെ കയ്യിലേക്ക് മൂർച്ച കൂടിയ കുറച്ച് അസ്ത്രങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് അതിൽ നോക്കിക്കൊണ്ട് ദുര്യോധനനോട് പറഞ്ഞു, ദുര്യോധന, രാജകുമാര, രാജാവേ, ഇത് സഭയല്ല, നമ്മുടെ ഗുരുക്കന്മാരുടെ ഭവനവുമല്ല, അതായത് നമ്മൾ ആയോധന മുറകൾ പഠിച്ചിരുന്ന ഗുരുകുലവുമല്ല, യുദ്ധഭൂമിയല്ലേ, ഇത് ക്ഷത്രിയധർമ്മം തന്നെയല്ലേ എന്ന് സാത്യകി പറഞ്ഞു. സാത്യകി പറഞ്ഞത് കേട്ടിട്ട് ദുര്യോധനൻ വീണ്ടും ചോദിച്ചു, നമ്മൾക്കിടയിലുണ്ടായിരുന്ന ആ ബാലക്രീഡകൾ, പണ്ട് ഒരുമിച്ച് കളിച്ചിരുന്ന ആ കുട്ടിത്തം നമ്മളിൽ നിന്ന് എവിടെ പോയി മിത്രമേ? ഇപ്പോഴാ നീ എനിക്ക് നിരയും ഞാൻ നിനക്ക് നിരയും അസ്ത്രങ്ങൾ ഓങ്ങി നിൽക്കുന്നു. നമ്മളെല്ലാവരും ഈ യുദ്ധഭൂമിയിൽ നിന്ന് പോരാടുന്നത് സമ്പത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ, അല്ലേ? ഈ സമ്പത്തൊക്കെ നേടിയിട്ട് നമ്മൾ എന്ത് കാണിക്കാൻ? ദുര്യോധനൻ ചോദിക്കുവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ്റെ ഉള്ളിലും നന്മയുണ്ട്. ദുര്യോധനൻ്റെ മനസ്സിനുള്ളിലും നന്മയുണ്ടായിരുന്നു. എന്തുകൊണ്ട് ദുര്യോധനൻ ഇതെല്ലാം ചെയ്തു കൂട്ടി? സഹവാസം മോശമായിരുന്നു. തെറ്റുകൾ മനസ്സിൽ തോന്നിയിരുന്ന സമയത്ത് അത് തിരുത്തുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. തെറ്റ് ചെയ്യുവാനായി കൂടുതൽ പ്രേരിപ്പിച്ചിരുന്ന ആളുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ദുര്യോധനന് നല്ല സഹവാസമായിരുന്നുവെങ്കിൽ, പാണ്ഡവരും കൗരവരും കൂടെ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കി, ഈ 105 പേര് യുയുത്സുവും കൂടെ ചേർന്നിട്ട് 106 പേര്, ഈ 106 പേരും കൂടെ ഈ ഭൂമണ്ഡലം മുഴുവനും അവർക്ക് കീഴിലാക്കിയേനെ. ഭൂമിയുടെ പകുതി ഒരാളും ഭൂമിയുടെ പകുതി മറ്റൊരാളുമായിട്ടൊക്കെ ഭരിച്ചേനെ. അത്രത്തോളം ശക്തരാണ് ഇവർ ഈ 106 പേരും, അല്ലേ? പക്ഷേ സഹവാസം മോശമായിപ്പോയി. നമ്മളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ക്ഷത്രിയധർമ്മം അനുസരിച്ചാണ്. യുദ്ധഭൂമിയിൽ പോരാടേണ്ടി വന്നാൽ ഗുരുക്കന്മാരുമായിട്ട് പോലും നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. അത് ക്ഷത്രിയധർമ്മം തന്നെയാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം. അല്ലയോ രാജാവേ, അങ്ങ് പറഞ്ഞു ഞാൻ അങ്ങേക്ക് പ്രിയങ്കരനാണെന്ന്. അങ്ങയുടെ പ്രാണനെക്കാട്ടിയും പ്രിയങ്കരനാണ് എന്ന് അങ്ങ് എന്നെ വിളിച്ചു. ശരിക്കും അങ്ങയുടെ പ്രാണനെക്കാട്ടിയും ഞാൻ അങ്ങേക്ക് പ്രിയങ്കരനാണെങ്കിൽ ദുര്യോധന രാജാവേ, അധികം താമസിപ്പിക്കാതെ സാത്യകിയെ യുദ്ധഭൂമിയിൽ വെച്ച് വധിച്ചാലും അങ്ങ് അങ്ങനെ ചെയ്തു തന്നാൽ വീരന്മാർക്ക് പറഞ്ഞിട്ടുള്ള ലോകം എനിക്ക് കിട്ടും. ഈ യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ തമ്മിലടിക്കുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് പോരാടാം എന്ന് പറഞ്ഞ് സാത്യകി ദുര്യോധനനെ നോക്കി ചിരിച്ചു. ദുര്യോധനൻ സാത്യകിയെ നോക്കി ചിരിച്ചു. അവർ രണ്ടുപേരും കയ്യിൽ അവരുടെ വില്ലുകളെടുത്തു. എന്നിട്ട് പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി തല ഇങ്ങനെ ആട്ടി യുദ്ധം ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന് ശേഷം സാത്യകി ദുര്യോധനൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. ക്രോധത്തോടു കൂടി രണ്ടുപേരുടെയും ഇമോഷനൊക്കെ ഇപ്പോൾ മാറി, പോരാട്ടത്തിന് സജ്ജമായ ഇമോഷനായി. അങ്ങനെ പാഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ദുര്യോധനൻ ഈ ഒരു പോരാട്ടത്തിൽ സാത്യകിയെ ചെറുത്തു നിൽക്കുവാനായി തയ്യാറായി. അങ്ങനെ ഇവർക്കിടയിൽ ഒരു ഗംഭീര പോരാട്ടം ഇറങ്ങിയത്. ആ പോരാട്ടത്തിനിടയിൽ ഒരു തവണ ദുര്യോധനൻ്റെ രഥം നഷ്ടപ്പെടുന്നുണ്ട്. ദുര്യോധനൻ വീണ്ടും രഥത്തിൽ കയറി പോരാടുന്നു. അങ്ങനെ പരസ്പരം ഭയങ്കരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്രയും നേരം സ്നേഹമായിട്ട് സംസാരിച്ചിരുന്ന ആളുകൾ പോരാടുന്ന സമയം മുഴുവനും ഇപ്പോൾ ക്രൗര്യം നിറഞ്ഞു തുടങ്ങി. ഈ സമയം സാത്യകി ദുര്യോധനന് സുപ്പീരിയറായി പോരാടി തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉടനെ സാത്യകിയിൽ നിന്ന് ദുര്യോധനൻ രക്ഷിക്കുവാനായിട്ട് അവിടെ അംഗരാജൻ കർണൻ പാഞ്ഞെത്തി. അങ്ങനെ കർണൻ സാത്യകിക്ക് നേരെ പാഞ്ഞെടുത്ത് കൊണ്ടിരുന്ന സമയം കർണൻ്റെ രഥത്തിലേക്ക് മറ്റൊരു രഥം വട്ടം വെച്ച് കയറി നിന്നു. ഭീമസേനനായിരുന്നു. നീ എവിടെ പോണ്? അവർ തമ്മിൽ പോരാടാം, നമുക്കിപ്പോൾ തമ്മിൽ പോരാടാമെന്ന് പറഞ്ഞ്
ഭീമസേനൻ കർണന് നേരെ പാഞ്ഞു കയറി അസ്ത്രങ്ങൾ അയക്കാനൊരുങ്ങി. കർണൻ ഈ സമയത്ത് ഭീമനയച്ച അസ്ത്രങ്ങളെയെല്ലാം തകർത്ത് വിട്ടിട്ട് അട്ടഹസിച്ചുകൊണ്ട് കർണൻ ഭീമസേനന് നേരെ വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ഈ അസ്ത്രങ്ങൾ ഭീമസേനൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു, സാരഥിയെയും വധിച്ചു. ഇത് കണ്ടുടനെ ദേഷ്യം വന്ന ഭീമൻ തൻ്റെ കയ്യിൽ മുറിഞ്ഞ വില്ല് വലിച്ചെറിഞ്ഞിട്ട് ഭീമാകാരമായിട്ടുള്ളൊരു ഗദ കയ്യിലെടുത്ത് ചാടി ഇറങ്ങി കർണൻ്റെ കയ്യിലെ വില്ലടിച്ച് മുടിച്ചു കളഞ്ഞു. എന്നിട്ട് കർണൻ്റെ കൊടി അടിച്ച് തകർത്തു. കർണൻ്റെ സാരഥിയെയും ഗദ കൊണ്ടടിച്ചെന്ന് വധിച്ചു. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു പോരാട്ടം അങ്ങ് അരങ്ങേറാൻ തുടങ്ങി. ഈ സമയത്ത് ദ്രോണരുടെ പ്രകടനം കണ്ട് ഒരുപാട് പേർ പേടിച്ചോടുന്നു. അവർക്കെല്ലാം ധൈര്യം തിരിച്ചു നൽകിക്കൊണ്ട് യുധിഷ്ഠിരൻ അവർക്ക് ധൈര്യം കൊടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് ദ്രോണരെ ആക്രമിക്കാൻ പറഞ്ഞു. ഈ സമയം പടത്തലക്കൽ ഭീമസേനൻ നിന്നുകൊണ്ട് ദ്രോണരുടെ പടയ്ക്ക് നേരെ പൊക്കൊണ്ടിരിക്കുകയാണ്. നകുല സഹദേവന്മാരുമുണ്ട്. ഇവരൊരുമിച്ച് അർജുനനോട് പറഞ്ഞു, അർജുന, പെട്ടെന്ന് തന്നെ ദ്രോണരുടെ കൂടെ നിൽക്കുന്ന കൗരവപ്പടയെല്ലാം തകർത്ത് വിടൂ. ദൃഷ്ടദ്യുമ്നന് അവൻ്റെ അവതാര ഉദ്ദേശം ചെയ്യുവാനായിട്ടുള്ള, ദൃഷ്ടദ്യുമ്നൻ അവൻ്റെ ജന്മ ഉദ്ദേശം ചെയ്യുവാനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്താലും എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ ദ്രോണരെ പിന്തുടർന്ന് വന്നിരുന്ന സേനയെ അത്രയും തകർത്തു വിടാൻ തുടങ്ങി. എന്നാൽ ദ്രോണരാകട്ടെ അവിടെ നിന്നുകൊണ്ട് പാണ്ഡവപ്പടയിലുണ്ടായിരുന്ന യോദ്ധാക്കളെയും ക്ഷത്രിയരെയും എല്ലാം വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ധൈര്യം കൈവിടാതെ കുറച്ചു നേരം ദ്രോണരെടുത്ത് നിന്നുവെങ്കിൽ പോലും ദ്രോണരുടെ ഈ ഒരു പ്രകടനം കണ്ടിട്ട് ജയിക്കുവാനായിട്ടുള്ള എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു തുടങ്ങിയവർക്ക്. അതുപോലെ ദ്രോണർ പോരാടുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ അസ്ത്രങ്ങളെടുത്ത് പ്രയോഗിക്കുന്ന പോലെ ദ്രോണർ ദിവ്യാസ്ത്രങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ദ്രോണരുടെ ഈ ഒരു പ്രകടനം കണ്ട് അവരുടെയൊക്കെ ധൈര്യം ചോർന്നു പോകുന്നത് കണ്ടുടങ്ങിയ തന്നെ സമയോചിതമായി കൃഷ്ണൻ അർജുനനോടും പാണ്ഡവരോടും പറഞ്ഞു, എല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചുകൊള്ളുക. ദ്രോണാചാര്യരെ നമുക്ക് വീഴ്ത്തിയേ പറ്റുള്ളൂ. ദ്രോണരെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ദ്രോണരെ വീഴ്ത്തിയിരിക്കണം. അതിനുവേണ്ട പദ്ധതികൾ നമ്മൾ ചെയ്തു തുടങ്ങിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ഓർത്തുകൊള്ളുക, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ധർമ്മത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് നമ്മൾ യുദ്ധതന്ത്രം പ്രയോഗിക്കേണ്ട സമയമായിരിക്കുകയാണ്. ധർമ്മിഷ്ഠരായ ഏതെങ്കിലും ഒരുവൻ ദ്രോണരോട് ചെന്ന് പറയൂ, അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അർജുനൻ ഇതിന് സമ്മതിച്ചില്ല. എൻ്റെ ഗുരുനാഥനോട് ഞാൻ കള്ളം പറയത്തില്ല, അദ്ദേഹത്തിനോട് ഞാൻ അങ്ങനത്തെ ക്രൂരത ചെയ്യത്തില്ല എന്ന് അർജുനൻ പറഞ്ഞു. മറ്റൊരു സൈഡിലാകട്ടെ യുധിഷ്ഠിരൻ മനസ്സില്ലാ മനസ്സോടുകൂടി ഇത് സമ്മതിക്കുന്നു. ഈ സമയത്ത് ഭീമൻ തൻ്റെ 2 സഹോദരന്മാരെ നോക്കിയാണ്. എന്തോന്നത്, ഒരുത്തന് വയ്യാന്ന് പറയുന്നു, മറ്റൊരാൾ പറയാമെന്ന് പറയുന്നു. ചേട്ടനാണെങ്കിൽ കാര്യത്തോടെടുക്കുമ്പോൾ അത് പറയുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഇയാൾ സത്യം മാത്രമല്ലേ പറയത്തുള്ളൂ. തൻ്റെ 2 സഹോദരന്മാരെയും ഭീമൻ ഇങ്ങനെ മാറി നോക്കിയിട്ട്, ഓ പയ്യെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഭീമൻ ഉടനെ തൻ്റെ രഥത്തിൽ നിന്ന് വലിയൊരു ഗദ എടുത്തിട്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഇന്ദ്രവർമ്മൻ എന്ന് പറയുന്ന രാജാവിൻ്റെ പടയിലേക്ക് ഓടിക്കേറി. അതായത് തൻ്റെ സൈന്യത്തിൽ തന്നെ ഉണ്ടായിരുന്ന പടയിലേക്ക് ഓടിക്കേറി. അവിടെ അശ്വത്ഥാമാവെന്ന് പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു. ഭീമൻ ഗദ ചുഴറ്റി അശ്വത്ഥാമാവിനെ അടിക്കുന്നതിന് മുമ്പ് നത്തിങ് പേഴ്സണൽ, യുദ്ധതന്ത്രമാണ്, ഒന്നും തോന്നരുത് കേട്ടോ. അങ്ങനെ ഭീമൻ ഗദ ചുഴറ്റി ആ ആനയെ വധിച്ച് നിലംപരിശാക്കി. അങ്ങനെ അശ്വത്ഥാമാവെന്ന് പറയുന്ന പേരുള്ള ആനയെ ഭീമൻ തല്ലിക്കൊന്നതിന് ശേഷം ഭീമൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു, അശ്വത്ഥാമാവ് ചത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഓടിച്ചെന്ന് ദ്രോണരെടുത്ത് പറഞ്ഞു, ദ്രോണരെ, അശ്വത്ഥാമാവ് ചത്തിരിക്കുന്നു എന്ന്. ഇത് കേട്ട് ദ്രോണരുടെ നെഞ്ചൊന്ന് പടഞ്ഞുവെങ്കിൽ പോലും തൻ്റെ പുത്രനിലുള്ള ദ്രോണരുടെ വിശ്വാസം അത് ഭയങ്കര വലുതായിരുന്നു. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ എൻ്റെ മകനെ തോൽപ്പിക്കാൻ കഴിയില്ല, അവനൊരു മഹായോദ്ധാവാണ്, ദെൻ കള്ളം പറയുകയാണ്, എന്നോട് കള്ളം പറയാനുള്ള ധൈര്യമോ എന്നും പറഞ്ഞ് ദ്രോണർ ഉടനെ തന്നെ ശക്തമായിട്ടുള്ളൊരു വില്ല് കയ്യിലെടുത്തുകൊണ്ട് ചുറ്റിനുമുള്ള സേനയെ അത്രയും തകർത്തു വിട്ടു തുടങ്ങി. എന്നിട്ടാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ദ്രോണർ ചെയ്തു. ദ്രോണർ വീണ്ടും ബ്രഹ്മാസ്ത്രം ആവാഹിച്ചു. ഇന്നത്തെ ദിവസം ഇത് എത്രാമത്തെ ബ്രഹ്മാസ്ത്രമാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ 12 മണിക്കൂർ നേരം ദ്രോണർ 1 തവണ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ബ്രഹ്മാസ്ത്രം ആവാഹിച്ചിട്ട് ദ്രോണർ ഒരു മുൻനിര മഹാരഥന് നേരെ, ദ്രോണാസ്ത്രത്തെക്കുറിച്ചൊക്കെ അറിവുള്ള മഹാരഥന് നേരെ പ്രയോഗിക്കുന്നതിന് പകരം ദ്രോണർ സാധാരണ യോദ്ധാക്കൾക്ക് നേരെ ആ ബ്രഹ്മാസ്ത്രം ഒന്ന് പ്രയോഗിച്ചു. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ചുമ്മാ ഒന്ന് നമുക്ക് ദിവ്യാസ്ത്രം എടുത്ത് പ്രയോഗിച്ചുകൂടാ, അങ്ങനെ നിയമമുണ്ട്. ദിവ്യാസ്ത്രങ്ങളെന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ കൊണ്ട് ആവാഹിക്കേണ്ട സംഭവം, അതിനെ കുറച്ച് നിബന്ധനയും കാര്യങ്ങളും കൊണ്ട് അതെല്ലാം മറന്ന് ദ്രോണർ അതിശക്തമായിട്ടുള്ള തൻ്റെ ബ്രഹ്മാസ്ത്രം എടുത്തു തൊടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാണ്ഡവസേനയുടെ ഒരു ഭാഗം ഇങ്ങനെ കരിച്ചു കളയാനൊരുങ്ങി. ദ്രോണരുടെ രഥം വട്ടം ചുറ്റി തിരിയുന്നതിനനുസരിച്ച് സോമകന്മാരും പാഞ്ചാലന്മാരും വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിശയിലേക്ക് നോക്കുമ്പോൾ ദ്രോണർ ഒരസ്ത്രമയക്കും ആ അസ്ത്രം 10 അസ്ത്രമായി മാറുന്നു, 50 അസ്ത്രങ്ങളായി മാറുന്നു.
ആ അസ്ത്രങ്ങളെല്ലാം തലകളെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പറക്കുന്നു. ദ്രോണരിങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സ്ഥലം മുഴുവനും ആളുകളുടെ നിലവിളിയും ദ്രോണരുടെ ക്രോധം നിറഞ്ഞ നിലവിളിയും ഉണ്ടായിരുന്നു. ദ്രോണർ അതിഗംഭീരമായി പോരാടുന്നു. ഈ പോരാട്ടങ്ങൾ കണ്ടു നിൽക്കാൻ പോലും ആളുകൾക്ക് കഴിയുന്നില്ല. ദ്രോണർ ഇങ്ങനെ പോരാടിക്കൊണ്ടിരുന്ന സമയത്ത് അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആകാശത്തു നിന്ന് 7 നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഒരു രൂപമെടുത്തുകൊണ്ട് അവതരിച്ചു. ആ 7 പേര് വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അത്രി, അതുപോലെ കശ്യപൻ, ജമദഗ്നി, ഭരദ്വാജൻ, ഗൗതമൻ എന്നീ മഹർഷിമാരായിരുന്നു. ഇവർ സാക്ഷാൽ സപ്തർഷികളായിരുന്നു. സാക്ഷാൽ സപ്തർഷികൾ ദ്രോണരെ നിയന്ത്രിക്കാനെത്തി. ഇതുപോലെ തന്നെ മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠന്മാരും എല്ലാവരും ആകാശമണ്ഡലത്തിൽ നിന്ന് സൂക്ഷ്മ രൂപങ്ങളിൽ ദ്രോണരുടെ മുന്നിലേക്കെത്തി. ഇവർക്കെല്ലാം നേതൃത്വം കൊടുത്ത് വന്നത് അഗ്നിദേവനുമായിരുന്നു. ഇവരെല്ലാവരും വന്ന് ദ്രോണരുടെ മുന്നിൽ നിന്നുകൊണ്ട് ദ്രോണരോട് ദ്രോണർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനൊരുങ്ങി. അവരെല്ലാവരും വന്ന് ദ്രോണരോട് പറഞ്ഞു, ദ്രോണ, നീ ചെയ്യുന്ന യുദ്ധം അത് ശരിയായ യുദ്ധമല്ല. നീ അധർമ്മം വിളയാടുന്ന യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം ചെയ്യുന്നത് നീ നിർത്തണം. നിൻ്റെ സമയമായിരിക്കുകയാണ് ദ്രോണ. ആയുധം പരിത്യജിച്ചാലും ഈ ലോകം വെടിഞ്ഞ് നിനക്കായി പറഞ്ഞേക്കുന്ന ആ സ്വർഗ്ഗലോകം പ്രാപ്തമാക്കാൻ ഒരുങ്ങിയാലും നിനക്കായി പറഞ്ഞേക്കുന്ന ഒരു ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് പോകാൻ തയ്യാറായാലും ദ്രോണ ആയുധം പരിത്യജിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ ശ്രേഷ്ഠന്മാർ ദ്രോണരുടെ മുന്നിൽ വന്നിങ്ങനെ പറയുന്നു. ഭീമസേനൻ അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ദ്രോണർക്ക്. ഇതെന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അരങ്ങേറുന്നു? ദ്രോണരുടെ ഹൃദയം പടയുന്നു, കണ്ണുകൾ നിറയുന്നു. ശരിക്കും അപ്പോൾ എൻ്റെ പുത്രൻ വധിക്കപ്പെട്ടോ? ദ്രോണരിങ്ങനെ വിഷമിച്ചുകൊണ്ട് ഉടനെ തന്നെ യുധിഷ്ഠിരനെ അന്വേഷിച്ചു. അവൻ കള്ളം പറയത്തില്ല. എൻ്റെ ശിഷ്യന്മാരിലേക്ക് സത്യസന്ധനായിട്ടുള്ളവനാണ് അവൻ കള്ളം പറയത്തില്ല. അവനോട് ചോദിക്കാം. എന്നിട്ട് ദ്രോണർ അവിടെ നിന്നുകൊണ്ട് അലമുറയിട്ട് വിളിച്ചു, പുത്രാ യുധിഷ്ഠിര, നീ എവിടെയാ എന്ന് വിളിച്ചു. ഇത് കേട്ടിട്ട് കൃഷ്ണൻ ഉടനെ തന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞു, കൃഷ്ണൻ ഈ സമയത്ത് നല്ലതുപോലെ വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ചേട്ടാ യുധിഷ്ഠിര, ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ. ദ്രോണാചാര്യർ ക്രോധത്തോടുകൂടി പോരാടാൻ തുടങ്ങിയാൽ പകുതി ദിവസം കൊണ്ട് അങ്ങയുടെ സേനയെ മുഴുവനും തകർത്ത് വിടും അദ്ദേഹം. പിന്നെ കൂടെ പോരാടാൻ ആരും കാണത്തില്ല. ഈ സേനയെ നമ്മളെയും എത്രയും പെട്ടെന്ന് അങ്ങ് രക്ഷിച്ചാലും അങ്ങയുടെ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ നമ്മളെ രക്ഷിക്കാനുള്ളതുള്ളത്. പെട്ടെന്ന് നമ്മളെ രക്ഷിക്കുവാനായി അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും എന്ന് കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം യുധിഷ്ഠിരൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് ഭീമൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് പോയിട്ട് യുധിഷ്ഠിരൻ്റെ ദേഹത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, എനിക്കറിയാം ചേട്ടൻ സത്യം മാത്രമേ പറയത്തുള്ളൂ. അങ്ങേക്ക് ഈ ഒരു ധർമ്മസങ്കടം ഉണ്ടാവുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങയെ സഹായിക്കുവാനായിട്ട് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇന്ദ്രവർമ്മൻ രാജാവിൻ്റെ സൈന്യത്തിൽ അശ്വത്ഥാമാവെന്ന് പേരുള്ളൊരു ഗജമുണ്ട്. ആ ആനയെ ഞാൻ എൻ്റെ ഗത കൊണ്ട് പ്രഹരിച്ച് വധിച്ചിട്ടുണ്ട്. ടെക്നിക്കലി അവിടെ വധിക്കപ്പെട്ടത് അശ്വത്ഥാമാവ് തന്നെയാണ്. അന്ന് ധൈര്യമായി പറഞ്ഞാലും അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടുവെന്ന്. ദ്രോണാചാര്യർ വീണ്ടും വന്ന് പറഞ്ഞു, പുത്രാ യുധിഷ്ഠിര, പറയൂ, എൻ്റെ മകൻ അശ്വത്ഥാമാവ് അവൻ വധിക്കപ്പെട്ടോ? ഉടനെ യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു, ആചാര്യ, സത്യമാണ്. അശ്വത്ഥാമാവ് എന്ന ആന വധിക്കപ്പെട്ടിരിക്കുന്നു. അശ്വത്ഥാമ അതാ നരോവകുഞ്ചരഹ എന്ന് പറഞ്ഞു. അതായത് അശ്വത്ഥാമാവ് എന്ന ആന വധിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആന എന്ന് പറയുന്ന ഭാഗം യുധിഷ്ഠിരൻ പതുക്കെ പറഞ്ഞു, മറ്റത് ഉറക്കെ പറയുകയും ചെയ്തു. ഇപ്പോൾ ടെക്നിക്കലി സത്യമാണല്ലോ പറഞ്ഞത്. ഇത് കേട്ട് ദ്രോണരുടെ ഹൃദയം തകർന്നുപോയി. ഈ സമയം യുധിഷ്ഠിരൻ്റെ രഥത്തിനൊരു അനക്കം തട്ടുകയുണ്ടായി. കാരണം സത്യം മാത്രം പറയുന്ന യുധിഷ്ഠിരൻ എന്ന് പറയുമ്പോൾ വെറും ഒരു രാജാവ് മാത്രമല്ല കേട്ടോ. ധർമ്മം ഭയങ്കരമായിട്ട് അപ്ഹോൾഡ് ചെയ്യുന്ന ഒരാളും സത്യം മാത്രം പറയുന്ന ഒരാളും അതുപോലെ ഒരുപാട് യാഗാദി യജ്ഞങ്ങൾ ചെയ്യുന്ന ഒരാളുമായതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ രഥം 4 വിരലുകൾ ഭൂമിയിൽ നിന്ന് 4 വിരലുകളുടെ ഉയരത്തിൽ പൊങ്ങിയാണ് നിന്നിരുന്നത്. യുധിഷ്ഠിരൻ്റെ രഥം ഭൂമിയിൽ തട്ടിയല്ല നിന്നിരുന്നത്. യുധിഷ്ഠിരൻ ആ രഥത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ യുധിഷ്ഠിരൻ നിൽക്കുന്ന രഥം യുദ്ധഭൂമിയിൽ നിന്ന് 4 വിരലുകളുടെ ഉയരത്തിൽ പൊങ്ങിയാണ് നിന്നിരുന്നത്. യുധിഷ്ഠിരൻ അശ്വത്ഥാമാവ് എന്ന ഗജം വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ സമയം ആ രഥം ഭൂമിയിലേക്ക് വന്ന് വീണു. അതായത് ആ രഥം ഭൂമിയിൽ തട്ടി. അതായത് അസത്യം പറഞ്ഞല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോഴും യുദ്ധം പരിത്യജിച്ചിട്ടില്ല. ദ്രോണരുടെ കയ്യിൽ അപ്പോഴും ആയുധം ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദ്രോണർ ഇനി പോരാടാനുള്ള താല്പര്യമില്ല, നഷ്ടപ്പെട്ടങ്ങനെ നിന്ന സമയത്ത് ദൃഷ്ടദ്യുമ്നൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദ്രോണരുടെ നേരെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നൻ സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറാൻ വരുന്നു. ആ അസ്ത്രങ്ങളെ ദ്രോണർ മുറിച്ചിട്ടുവെങ്കിൽ പോലും
ദ്രോണർക്ക് എന്തോ വ്യത്യാസം സംഭവിക്കുന്നത് പോലെ തോന്നി. ദ്രോണർ പതുക്കെ തൻ്റെ കൈ ഉയർത്തിയിട്ട് ദിവ്യാസ്ത്രങ്ങൾ ജപിച്ച് ദിവ്യാസ്ത്രങ്ങളുടെ അസ്ത്രം ആവാഹിക്കാൻ നോക്കി. അസ്ത്രങ്ങൾ വരുന്നില്ല. അപ്പോൾ മുനിമാർ പറഞ്ഞു അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന് കേട്ടു. അസ്ത്രം ആവാഹിക്കാനും പറ്റിയില്ല. ദ്രോണർക്ക് മനസ്സിലായി, ഓക്കെ, തൻ്റെ ജീവൻ അവസാനിക്കാൻ സമയമായി, ദ്രോണരുടെ ജീവൻ അവസാനിക്കാൻ സമയമായി. അങ്ങനെ ദ്രോണർ തൻ്റെ കയ്യിലുള്ള സാധാ വില്ലെടുത്തെറിഞ്ഞിട്ട് അങ്കിരസ് എന്ന് പറയുന്ന മുനി നൽകിയിട്ടുള്ള ഒരു വില്ല് ദ്രോണർ കയ്യിലെടുത്തു. ഈ അങ്കിരസ് ചില്ലറക്കാരനല്ല, ഒരു വളരെ ശക്തനായിട്ടുള്ളൊരു മുനിയാണ്. ആ അങ്കിരസ് എന്ന് പറയുന്ന മഹർഷി നൽകിയിട്ടുള്ള വില്ല് ദ്രോണർ കയ്യിലെടുത്തു. എന്നിട്ട് ആ വില്ലിൻ്റെ ഞാണെല്ലാം മുറുക്കി ദ്രോണർ അവിടെ നിന്ന് പോരാടാൻ ഇറങ്ങി. ദ്രോണരുടെ ഉദ്ദേശം ഇതാണ്, ഇനി ദ്രോണരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കത്തില്ല, തീരുന്നെങ്കിൽ തീരട്ടെ എന്നുള്ള രീതിയിൽ ദ്രോണർ പോരാടാനിറങ്ങി. അങ്ങനെ ദൃഷ്ടദ്യുമ്നനുമായിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ ഒരുപാട് നേരം ദൃഷ്ടദ്യുമ്നും ദ്രോണർക്കുമിടയിൽ ഒരു പോരാട്ടം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ദൃഷ്ടദ്യുമ്നൻ്റെ ഈ ഒരു പോരാട്ടത്തിൽ ദൃഷ്ടദ്യുമ്നൻ അയക്കുന്ന വില്ലുകൾ, അസ്ത്രങ്ങൾ ദ്രോണർ മുറിച്ചിടുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നൻ്റെ വില്ലുകൾ മുറിക്കുന്നുണ്ട്, രഥം തകർത്തു വിടുന്നുണ്ട്, കുതിരയെ വധിക്കുന്നുണ്ട്. എന്തിനേറെ പറയണം, തൻ്റെ രഥത്തിലുള്ള എല്ലാ ആയുധങ്ങളും നശിച്ചിട്ട് ദൃഷ്ടദ്യുമ്നൻ നോക്കിയപ്പോൾ ഒരു ഗദയും വാളും മാത്രമേ ഉള്ളൂ. അങ്ങനെ മറ്റുള്ള ആയുധങ്ങളെല്ലാം ദ്രോണരുമായിട്ടുള്ള പോരാട്ടത്തിൽ ദൃഷ്ടദ്യുമ്നൻ്റെ നിന്ന് നഷ്ടമായതുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ തൻ്റെ കയ്യിൽ ഒരു വലിയ ഗദ എടുത്തിട്ട് ആ ഗദ എടുത്ത് ദ്രോണർക്ക് നേരെ എറിഞ്ഞു. ദ്രോണർ പല അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ആ ഗദയും തകർത്ത് വിട്ടു. ഇപ്പോഴൊക്കെ ദ്രോണർ ഒരുമാതിരി ജീവശവം പോലെ നിൽക്കുകയാണ് അവിടെ. അങ്ങനെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം ദൃഷ്ടദ്യുമ്നൻ തൻ്റെ കയ്യിലേക്കൊരു വലിയ വാളെടുത്തിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ രഥത്തിൻ്റെ സീറ്റിലേക്ക് കയറി നിന്നിട്ട് അവിടെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി ദ്രോണരുടെ ഇരിപ്പിടത്തിലേക്ക് ചാടി അങ്ങ് കയറി. എന്നിട്ട് ആ രഥത്തിൽ നിന്നുകൊണ്ട് ദൃഷ്ടദ്യുമ്നൻ പോരാടി തുടങ്ങി. ഇതിനിടയിൽ മിക്കവാറും സാരഥിയെ മതിച്ചിട്ടുണ്ടാവണം, കാരണം രഥം പോണില്ലല്ലോ. അപ്പോൾ കുതിരയെ പൂട്ടിയേക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ദ്രോണരുമായിട്ട് ദൃഷ്ടദ്യുമ്നൻ വാൾപ്പയറ്റ് നടത്തി തുടങ്ങി. 9 ഇഞ്ച് മാത്രം നീളമുള്ള 10 അസ്ത്രങ്ങൾ അയച്ച് ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളിനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചങ്ങിട്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും ദൃഷ്ടദ്യുമ്നൻ തീർന്നു എന്ന് ആളുകൾക്ക് മനസ്സിലായി. ദൃഷ്ടദ്യുമ്നനെ തീർക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി ദ്രോണരൊരു അസ്ത്രം ദൃഷ്ടദ്യുമ്നന് നേരെ അയച്ചു. ആ അസ്ത്രത്തെ മറ്റൊരസ്ത്രമെന്ന് മുറിച്ച് 2 കഷ്ണമാക്കിയിട്ടു. മനസ്സിലായി കാണുമല്ലോ, സാത്യകിയാണ്. ഒരു ഭയവുമില്ലാതെ സാത്യകി, കർണൻ, ദുര്യോധനൻ ഇവരുടെയൊക്കെ ഇടയിൽ കൂടെ പാഞ്ഞു കയറി വന്ന് ദ്രോണരുടെ അടുത്ത് നിന്ന് ദൃഷ്ടദ്യുമ്നനെ രക്ഷിച്ചു. ഈ സമയത്ത് ആ യുദ്ധഭൂമിയിൽ ഇരുപക്ഷത്തിലുമുള്ള യോദ്ധാക്കൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഭയങ്കര ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കാനൊരുങ്ങി. അവിടെ പല പല ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിക്കാനൊരുങ്ങി. ഒരുപാട് ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയൊന്നും പ്രയോഗിച്ചുകൂടാ. ആ ലെവലും കഴിഞ്ഞ് ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ നടന്നു തുടങ്ങി. അങ്ങനെ ദ്രോണരുടെ ഈ ഒരു പോരാട്ടം, ദ്രോണരുടെ കൂടെ മറ്റുള്ളവരുടെ ഈ ഒരു പോരാട്ടം അതൊരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോയി. ദൃഷ്ടദ്യുമ്നൻ ദ്രോണരെ സംരക്ഷിച്ചിരുന്ന എല്ലാ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള യോദ്ധാക്കളെല്ലാം അസ്ത്രങ്ങൾ ചെയ്ത് വീഴ്ത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദ്രോണർ ദൃഷ്ടദ്യുമ്നൻ്റെ കയ്യിലുള്ള വില്ലു മുറിച്ചിട്ട് ദൃഷ്ടദ്യുമ്നൻ്റെ ദേഹത്തേക്ക് അസ്ത്രം ഇതങ്ങ് കയറ്റി. ഇത് കണ്ടപ്പോഴത്തേക്കും ഭീമസേനൻ്റെ കൺട്രോൾ പോയി. ആരും ഒന്നും ചെയ്യുന്നില്ല. ഭീമന് ദേഷ്യം വന്നിട്ട് ഭീമൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിപ്പോയി ദ്രോണരുടെ പാഞ്ഞു പോകുന്ന രഥത്തെ പിടിച്ചങ്ങ് നിർത്തി. എന്നിട്ട് ദ്രോണരോട് പറഞ്ഞു, ആചാര്യ, ഈ ലോകത്തിൽ ബ്രാഹ്മണന്മാരുമുണ്ട്, പേരിനും വേണ്ടി ബ്രാഹ്മണന്മാരായിട്ടുള്ളവരുമുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം അഹിംസ എന്നല്ലേ പറയുന്നത്? ഇത് ബ്രാഹ്മണന്മാരിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഒന്നുമല്ലേ? അങ്ങ് എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര പേരെയാണെന്ന് വധിച്ചു വീഴ്ത്തിയത്? എണ്ണവും കണക്കും വല്ലതും ഉണ്ടോ? അങ്ങക്ക് ബോധമുണ്ടോ? അങ്ങക്ക് വിവരമുണ്ടോ? അതോ അങ്ങ് വിഡ്ഢിയാണോ? ശരിക്കും അങ്ങ് വിഡ്ഢിയാണ്. അതുകൊണ്ടാണ് അങ്ങ് ഇതെല്ലാം കാണിക്കുന്നത്. അങ്ങയുടെ ഭാര്യയ്ക്കും പുത്രനും വേണ്ടി പോരാടുന്നു. അത് ധർമ്മം കൊണ്ടാണോ? അല്ല, സമ്പത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ടാണ് അങ്ങ് അതെല്ലാം ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടി അങ്ങ് ഇത്രയും ക്രൂരത കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് വേണ്ടി അങ്ങ് ഇത്രയും പേരെ വധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് എവിടത്തെ ആചാര്യനാണ്? ഓരോ ആളുകൾക്കും അവർക്ക് അധിഷ്ഠിതമായിട്ടുള്ള കർത്തവ്യങ്ങളും കർമ്മങ്ങളുമുണ്ട്. അങ്ങ് ചെയ്യുന്നതെല്ലാം അങ്ങയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങയ്ക്ക് നാണോ ഇല്ലേ? അതോ ഞാൻ പറഞ്ഞ അങ്ങ് മറന്നുപോയോ? അങ്ങയുടെ പുത്രൻ അശ്വത്ഥാമാവ് പിറക്കതോ വധിക്കപ്പെട്ട് നിലത്ത് കിടപ്പുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ പറഞ്ഞ കാര്യം അങ്ങ് മറക്കണ്ട. എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ സത്യസന്ധനാണ്. അങ്ങയുടെ പുത്രൻ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞ് ഭീമൻ ദ്രോണരുടെ രഥത്തിൽ നിന്ന് കൈയെടുത്തിട്ട് പതുക്കെ നടന്നുപോയി തൻ്റെ രഥത്തിലേക്ക് അങ്ങ് കയറി. ഇന്നത്തെ ദിവസം ദ്രോണരുടെ വധത്തിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതും ഏറ്റവും കൂടുതൽ ടാക്ടിക്സ് എടുത്തിട്ടുള്ളതും ഈ ഭീമസേനനാണ്. അപ്പോൾ ഭീമസേനൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഭീമൻ ഇത് പറഞ്ഞപ്പോൾ ദ്രോണർ വീണ്ടും ആലോചിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞത് ആലോചിച്ചു, സപ്തർഷികൾ പറഞ്ഞത് ആലോചിച്ചു, മറ്റ് ഋഷിശ്രേഷ്ഠന്മാർ പറഞ്ഞത് ആലോചിച്ചു. ആലോചിച്ചതിന് ശേഷം ദ്രോണർ ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് പോവാൻ സമയമായി എന്ന് മനസ്സിലാക്കിയിട്ട് അങ്കിരസ് മുനി നൽകിയിട്ടുള്ള തൻ്റെ ദിവ്യമായിട്ടുള്ള വില്ലിൻ്റെ ഞാണഴിച്ചു ദ്രോണർ. എല്ലാവരും ഇത് കണ്ടു.
ഞാൻ അയച്ചതിന് ശേഷം ദ്രോണര വില്ലിനെ ഇങ്ങനെ വണങ്ങിയിട്ട് അതിനെ തേർത്തട്ടിൽ വെച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, കർണ, അല്ലയോ കർണ, മഹാധനുർധാരി, കൃപരേ, ദുര്യോധന, നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം നിങ്ങൾ ഈ യുദ്ധത്തിൽ ചെയ്യണം. പാണ്ഡവരിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു തന്നെ നിൽക്കണം. ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് എൻ്റെ ആയുധങ്ങളെ പരിത്യജിക്കുകയാണ് എന്ന് ദ്രോണർ പറഞ്ഞു. എന്നിട്ട് ദ്രോണാചാര്യർ ദീർഘമായിട്ടുള്ളൊരു ശ്വാസമെടുത്തു. ആ മുഖത്തിൽ ഇപ്പോൾ വല്ലാത്തൊരു തേജസ് ചുറ്റിലും നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭീമൻ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അർജുനൻ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. യുധിഷ്ഠിരൻ കൈകൾ കൂപ്പി ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കൃഷ്ണൻ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന അറിവോടുകൂടി ഒരു വികാരവുമില്ലാതെ ഇങ്ങനെ നോയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പതുക്കെ ദ്രോണാചാര്യർ തേർത്തട്ടിലിരുന്നു. മിക്കവാറും പത്മാസനത്തിലായിരിക്കണം ഇരുന്നിട്ടുണ്ടാവുക. എന്നിട്ട് ദീർഘമായിട്ടുള്ളൊരു ശ്വാസമെടുത്തു. അദ്ദേഹം ജപം നടത്തി മനസ്സുറപ്പിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അദ്ദേഹം ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് സ്വർഗത്തിലേക്ക്, വിഷ്ണുപാദത്തിലേക്ക് അയച്ചു. അതായത് സ്വന്തം ആത്മാവിനെ യോഗാസനത്തിലിരുന്നു കൊണ്ട് ക്ഷണനേരം കൊണ്ട് സമാധി അവസ്ഥയിലേക്ക് പോയിട്ട് തൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ആ ശരീരത്തിൽ നിന്ന് അയച്ച് വിഷ്ണുപാദത്തിലേക്ക് അയച്ചു ദ്രോണരെ. ആലോചിച്ച് നോക്കുക, എത്ര ശക്തനായിരിക്കണം അപ്പോഴെന്ന്. കാരണം അവിടെ അങ്ങനത്തെ ഒരു സംഭവം അരങ്ങേറി. ദൃഷ്ടദ്യുമ്നൻ കൺഫ്യൂസായി നിൽക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. കാരണം ദ്രോണരുടെ രഥത്തിൽ ഒരു വെളുത്ത വെളിച്ചമങ്ങുണ്ടായി, ദിവ്യമായിട്ടുള്ളൊരു ഊർജം. അന്ന് അവർക്ക് മനസ്സിലായി ദ്രോണരുടെ ആത്മാവിൻ്റെ ബലം എത്രയായിരുന്നുവെന്ന്. ഈ ഒരു ഊർജം ആകാശത്തേക്ക് പൊങ്ങിപ്പോയി ആകാശത്തിൽ ഇങ്ങനെ നിന്ന സമയത്ത് ആകാശത്തിൽ 2 സൂര്യന്മാരുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ ദ്രോണരുടെ ആത്മാവിനെ തൻ്റെ ശരീരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുപോയി ആകാശത്തിൽ ഈ ആത്മാവ് പതുക്കെ ലയിച്ചങ്ങ് പോയിട്ട് ഇങ്ങനെ തെറിച്ചങ്ങ് പോയി. അതായത് വിഷ്ണുപാദത്തിലേക്ക് ആത്മാവ് പോയി. ദ്രോണർ ഇപ്പോഴും അവിടെ ഇരിക്കുന്നു. ദൃഷ്ടദ്യുമ്നൻ എന്താ സംഭവിച്ചതെന്നറിയാൻ വയ്യ. അവിടെ 5 പേർക്കാണ് ദ്രോണർ തൻ്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വിഷ്ണുപാദത്തിലേക്ക് അയച്ചതാണെന്ന് മനസ്സിലായത്. ആരൊക്കെയാണ് 5 പേര്? കൃപാചാര്യർ, അർജുനൻ, യുധിഷ്ഠിരൻ, സഞ്ജയൻ, ശ്രീകൃഷ്ണൻ. ഇവർ 5 പേർക്കേ മനസ്സിലായിട്ടുള്ളൂ. കൃപാചാര്യർ തൻ്റെ അളിയൻ്റെ അടുത്തുള്ള ബഹുമാനത്തോടു കൂടി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു പ്രവൃത്തി കാണിച്ചത് കണ്ടിട്ട്. അത്രത്തോളം ഒരു മഹായോഗിയായിരുന്നു അദ്ദേഹം. ആ ബഹുമാനത്തിൽ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നു ആ മഹാജ്ഞാനിയെ. അർജുനൻ്റെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചത്ത ഒരവസ്ഥ അർജുനന്. തൻ്റെ പിതാവിനെ പോലെ കണ്ടിരുന്ന ഒരാൾ, തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അദ്ദേഹം കണ്ടിരുന്നത് തൻ്റെ ഗുരുനാഥനായിരുന്നു. യുധിഷ്ഠിരൻ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥ. കൃഷ്ണൻ, എല്ലാം അറിയുന്ന കൃഷ്ണൻ ആ സമയത്ത് ദ്രോണാചാര്യർ തൻ്റെ പരമഭൗമായിട്ടുള്ള നാരായണൻ്റെ തൃപ്പാദത്തിലേക്ക് ദ്രോണാചാര്യർ ചെന്ന് ലയിച്ചു എന്ന് മനസ്സിലാക്കി കണ്ണടച്ചവിടെ ഇരുന്നു. എന്നാലും ദൃഷ്ടദ്യുമ്നൻ ഇങ്ങനെ ചുറ്റിനും നോക്കിയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഓടി ദ്രോണാചാര്യരുടെ അടുത്തേക്ക്. കാരണം തൻ്റെ അവതാര ഉദ്ദേശം നിറവേറ്റണമല്ലോ. അങ്ങനെ കയ്യിൽ വാളും വീശിക്കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരുടെ നേരെ ഓടുകയാണ്. ദൃഷ്ടദ്യുമ്നൻ അങ്ങനെ ഓടിപ്പാഞ്ഞു വന്ന് ദ്രോണാചാര്യരുടെ രഥത്തിലേക്ക് ചാടി കയറാനിരുന്നു. ദൃഷ്ടദ്യുമ്നൻ കയ്യിൽ വാളുമായി ഇങ്ങനെ ഓടിപ്പൊക്കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ ഉറക്കെ വിളിച്ച് പറയുന്നു, ദൃഷ്ടദ്യുമ്ന, വധിക്കരുത്, എൻ്റെ ആചാര്യനെ വധിക്കരുത്, അദ്ദേഹത്തെ വധിക്കരുത്, ദയവ് ചെയ്ത് അദ്ദേഹത്തെ വധിക്കരുത് എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയുന്നു. ദയവ് ചെയ്ത് അദ്ദേഹത്തെ വധിക്കരുത്. വീണ്ടും അർജുനൻ ഇത് ആവർത്തിച്ച് പറയുന്നു. അർജുനൻ ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് ദ്രോണരെ. കരഞ്ഞുകൊണ്ട് പറയുന്നു, ആചാര്യനെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ ആചാര്യനെ വധിക്കല്ലേ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാൽ ദൃഷ്ടദ്യുമ്നൻ ഇതൊന്നും തന്നെ കേൾക്കാതെ രഥത്തിലേക്ക് ചാടിക്കയറി തൻ്റെ വാളുകൊണ്ട് ഒരൊറ്റ വീശായിരുന്നു. പിന്നെ അവർ കാണുന്ന കാഴ്ച ദ്രോണരുടെ ശിരസ് തൻ്റെ കൈകൊണ്ട് വലിച്ചെറിയുന്ന ദൃഷ്ടദ്യുമ്നനെയാണ്. ദ്രോണരുടെ ശിരസ് അറുത്തത് കണ്ടുടനെ തന്നെ കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കളുടെ ധൈര്യം ചോർന്നുപോയി. ഇവർ പല ദിശകളിലേക്ക് തെന്നിയും തെറിച്ചു ഓടാനൊരുങ്ങി. അവിടെ കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ക്ഷത്രിയർ അവരുടെ ക്ഷത്രിയധർമ്മത്തെ പരിത്യജിച്ച് അവിടെ നിന്ന് ഓടാനായിട്ട് ഒരുങ്ങി. കാരണം ദ്രോണർ വധിക്കപ്പെടുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഉടനെ തന്നെ ഭീമസേനൻ ഓടി വന്ന് ദൃഷ്ടദ്യുമ്നനെ കെട്ടിപ്പിടിച്ചു. എനിക്ക് അങ്ങയോട് ഒരുപാട് അഭിമാനം ഇപ്പോൾ തോന്നുന്നുണ്ട് ദൃഷ്ടദ്യുമ്ന, ഇനി ഞാൻ ഒന്നുകൂടെ അങ്ങയെ കെട്ടിപ്പിടിക്കും. അത് ആ അംഗരാജൻ കർണൻ്റെയും ദുര്യോധനൻ്റെയും അന്ത്യത്തിന് ശേഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പലവരുടെ മുഖത്തും പല ഇമോഷൻ. അർജുനൻ ഒരുമാതിരി ചത്ത ഇമോഷൻ, ഒരു ഇതുമില്ലാതെ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് കലങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രേഷ്ഠനും മഹാഗുരുവും മഹായോദ്ധാവുമായ ദ്രോണാചാര്യർ വധിക്കപ്പെട്ടിരിക്കുന്നു. കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ എല്ലാവരും യുദ്ധഭൂമി പരിത്യജിച്ച് ഓടുകയാണ്. ശല്യർ, ദുശാസനൻ, കൃപാചാര്യർ, ദുര്യോധനൻ, കർണൻ ഇവരെല്ലാവരും അവരുടെ സൈന്യത്തോടു കൂടി യുദ്ധഭൂമിയിൽ നിന്ന് പരിത്യജിച്ച് ഓടുകയാണ്. കൃതവർമാവും അവരുടെ സൈന്യവുമായി അവിടെ നിന്ന് യുദ്ധഭൂമിയിൽ നിന്ന് ഓടുന്നു. അശ്വത്ഥാമാവ് മാത്രം അവിടെ നിന്ന് പോരാടുന്നു.
എന്താ ഉണ്ടായതെന്ന് അശ്വത്ഥാമാവ് അറിഞ്ഞില്ല. അശ്വത്ഥാമാവ് അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പാണ്ഡവപക്ഷത്തിലുള്ള എണ്ണമറ്റ ക്ഷത്രിയരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അശ്വത്ഥാമാവ് ഇത് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും ഓടുന്നു. ഇതെന്താ എല്ലാവരും ഓടുന്നേ? അശ്വത്ഥാമാവ് ഉടനെ തൻ്റെ രഥത്തിൽ പാഞ്ഞ് ദുര്യോധനൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചേ? ഇതെന്താ എല്ലാവരും കിടന്ന് ഓടുന്നേ? ഇങ്ങനെയൊന്നും ഇതിനു മുമ്പ് ആരും ഓടി ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താ സംഭവിച്ചേ? നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും മഹാരഥൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചു. ദ്രോണാചാര്യരുടെ ഈ ഒരു കാര്യം, മരണപ്പെട്ടു എന്നുള്ള കാര്യം അശ്വത്ഥാമാവിനോട് പറയാനുള്ള ധൈര്യവും ശക്തിയുമൊന്നും ദുര്യോധനനില്ലായിരുന്നു. ദുര്യോധനൻ കണ്ണത്രയും നിറഞ്ഞ് കൈകളൊക്കെ വിറച്ചിട്ട് എന്തോ പറയണമെന്നറിയാൻ വയ്യ. ദുര്യോധനൻ ഉടനെ തിരിഞ്ഞ് കൃപാചാര്യരെ നോക്കി എന്നിട്ട് പറഞ്ഞു, ആചാര്യ, അങ്ങ് തന്നെ സംഭവിച്ച എന്തെന്ന് അശ്വത്ഥാമാവിനോട് പറഞ്ഞാലും എനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ദുര്യോധനൻ അവിടെ നിന്ന് മാറി. കൃപാചാര്യരെ അടുത്ത് വന്നിട്ട് അശ്വത്ഥാമാവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ പിതാവ് അതിഗംഭീരമായി പോരാടി. പല ദിവ്യാസ്ത്രങ്ങൾ അദ്ദേഹം പ്രയോഗിച്ചു. ഒരു വിധത്തിലും ദ്രോണാചാര്യരെ നോക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെ പാണ്ഡവർ അവരുടെ ധർമ്മം, ആ ധർമ്മത്തെ മാറ്റിവെച്ചിട്ട് യുദ്ധമുറ പ്രയോഗിച്ച്, യുദ്ധതന്ത്രം പ്രയോഗിച്ച് നിൻ്റെ അച്ഛനെ വീഴ്ത്താനായി ഒരുങ്ങി. നീ വധിക്കപ്പെട്ടു എന്ന് കള്ളത്തരം പറയാനായി അവരൊരുങ്ങി. അർജുനൻ അപ്പോഴും അതിന് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ അർജുനൻ ഒഴികെ മറ്റുള്ള എല്ലാ പാണ്ഡവരും പാണ്ഡവ യോദ്ധാക്കളും അതിന് തയ്യാറായി. അവരൊരുമിച്ച് പറഞ്ഞു, അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടുവെന്ന്. ആയുധമില്ലാതെ തേർത്തത്തിൽ ഇരുന്ന ദ്രോണാചാര്യരെ വധിക്കുവാനായി ദൃഷ്ടദ്യുമ്നൻ പാഞ്ഞെടുത്തു. ഈ സമയം അർജുനൻ അപ്പോഴും പറഞ്ഞു, ആചാര്യനെ വധിക്കല്ലേ, ആചാര്യനെ വധിക്കല്ലേ എന്ന്. പാണ്ഡവപക്ഷത്തിൽ നിന്ന് ഒരാൾ മാത്രമാണത് പറഞ്ഞത്. അർജുനൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഓടാൻ വരെ ഒരുങ്ങി ആചാര്യനെ വധിക്കല്ലേ എന്ന് പറയാനായിട്ട്. ഇതിനോടകം വെച്ച് ദൃഷ്ടദ്യുമ്നൻ നിൻ്റെ അച്ഛനെ വധിച്ചിരിക്കുന്നു മോനെ. നിൻ്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ അച്ഛനെ വധിച്ചിരിക്കുന്നത്. നിൻ്റെ അച്ഛനിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല മോനെ എന്ന് വിഷമത്തോടുകൂടി കൃപാചാര്യർ തൻ്റെ പ്രിയപ്പെട്ട നെഫ്യൂവിനോട് പറഞ്ഞു. ഇത് കേട്ട അശ്വത്ഥാമാവ് എല്ലാവരും കരയുമെന്നാണ് വിചാരിച്ചേ. പക്ഷെ അശ്വത്ഥാമാവ് അവിടെ നിന്നും വിറയ്ക്കാൻ തുടങ്ങി. എല്ലാവരും അശ്വത്ഥാമാവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മുഖവും ദേഹവുമൊക്കെ അശ്വത്ഥാമാവിൻ്റെ വിറയ്ക്കുകയാണ് ദേഷ്യം വന്നിട്ട്. അശ്വത്ഥാമാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഈ ഒരു ക്രോധം വന്ന സമയം അശ്വത്ഥാമാവിൻ്റെ ദേഹം തിളങ്ങാനൊരുങ്ങി. ചുവന്ന നിറത്തിലും മറ്റ് ദിവ്യമായിട്ടുള്ള നിറത്തിലുമെല്ലാം അശ്വത്ഥാമാവിൻ്റെ ദേഹം തിളങ്ങി. ഒരു മിന്നായം പോലെ അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിലേക്ക് നോക്കിയപ്പോൾ ത്രിപുന്ദ്രം ധരിച്ച് തൃക്കണ്ണുകളുള്ള സാക്ഷാൽ ശിവനെ പോലെ തോന്നി. അടുത്ത നിമിഷം 3 കണ്ണുകളുള്ള നരസിംഹത്തെ പോലെയും തോന്നി അശ്വത്ഥാമാവിനെ. അങ്ങനെ ക്രോധത്തോടുകൂടി അവിടെ നിന്നുകൊണ്ട് അശ്വത്ഥാമാവ് അലറിയിട്ട് പറഞ്ഞു, ഞാൻ വധിച്ചുവെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനെ പാണ്ഡവർ വീഴ്ത്തിയിരിക്കുന്നു അല്ലേ? എൻ്റെ കയ്യിൽ എന്തെല്ലാം ദിവ്യായുധങ്ങളുണ്ടെന്ന് അർജുനനോ യുധിഷ്ഠിരനോ ഭീമനോ നകുലനോ സഹദേവനോ അറിയത്തില്ല. ഞാൻ ഒറ്റ ഒരെണ്ണത്തിനെയും വെറുതെ വിടത്തില്ല. ആരെ വെറുതെ വിട്ടാലും ഞാൻ ദൃഷ്ടദ്യുമ്നനെ വെറുതെ വിടത്തില്ല. ദൃഷ്ടദ്യുമ്നനെ വധിച്ചിട്ടല്ലാതെ എനിക്ക് സമാധാനമുണ്ടാവുകയില്ല. ഈ അധർമ്മം ഞാൻ പൊറുക്കുകയില്ല. നേരായ മാർഗത്തിൽ എൻ്റെ അച്ഛനെ വധിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ മോശമായിട്ടുള്ള രീതി പ്രയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരെ ഞാൻ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ്. പണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ എൻ്റെ അച്ഛൻ്റെ മുന്നിൽ വന്ന് അച്ഛൻ്റെ പ്രവൃത്തിയിൽ ഒരുപാട് സംപ്രീതനായിട്ട് എൻ്റെ അച്ഛനൊരു വരം കൊടുക്കാമെന്നൊരുങ്ങി. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചത് നാരായണാസ്ത്രമാണ്. സാക്ഷാൽ വിഷ്ണു ഭഗവാനിൽ നിന്ന് എൻ്റെ അച്ഛൻ നേടിയെടുത്ത നാരായണാസ്ത്രം അദ്ദേഹം എനിക്ക് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ഉപയോഗിക്കാൻ പാടില്ലാത്തവർക്ക് നേരെ നാരായണാസ്ത്രം പ്രയോഗിച്ചാൽ അത് ഉപയോഗിക്കുന്നവനെ തന്നെ നാരായണാസ്ത്രം വീഴ്ത്തും. ശത്രുവിനെ വീഴ്ത്താതെ നാരായണാസ്ത്രം തിരിച്ചു വരത്തുമില്ല. പക്ഷേ ഒരൊറ്റ കാര്യം, ഈ നാരായണാസ്ത്രം ആരെയൊക്കെ ഉപദ്രവിക്കുമെന്നും ആരെയൊക്കെ ആക്രമിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഇന്നത്തെ ദിവസം അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഞാൻ നാരായണാസ്ത്രം കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കും. ദൃഷ്ടദ്യുമ്നനെ ഞാൻ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് കൃപാചാര്യരെ, ദുര്യോധന, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഞാൻ നാരായണാസ്ത്രം പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് ജലം തൊട്ട് പ്രാർത്ഥിച്ച് തൻ്റെ വില്ലുയർത്തി നാരായണാസ്ത്രത്തെ ആവാഹിക്കാനൊരുങ്ങി. നാരായണാസ്ത്രത്തിൻ്റെ മന്ത്രം ജപിച്ചൊരു പകുതി കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാനൊരുങ്ങി. ഈ ഒരു മലകളെല്ലാം പിളരുന്ന ശബ്ദം ചുറ്റിനും കേൾക്കാനൊരുങ്ങി. ഇട്ടുമിന്നലുകൾ കേൾക്കാനൊരുങ്ങി. ദ്രോണരുടെ മകൻ്റെ വില്ല് തിളങ്ങാനൊരുങ്ങി. ആ വില്ലിൽ നിന്നൊരു ഊർജം പുറത്തേക്ക് പോകാനൊരുങ്ങി. അങ്ങനെ നാരായണാസ്ത്രത്തെ പൂർണ്ണമായും ആവാഹിച്ചു. എന്തും സംഭവിക്കാം. ഇതുവരെ ഈ വീഡിയോ. ബാക്കി എന്തുണ്ടായെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ മഹാഭാരതം ഉണ്ടല്ലോ, ഈ മഹാഭാരതം എന്ന് പറയുമ്പോൾ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ?
എന്നറിയാൻ വേണ്ടിയല്ല വായിക്കേണ്ടത്. അങ്ങനെ വായിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ആൾ മാത്രമാണ് സൂപ്പർ, ബാക്കിയുള്ളവരെല്ലാവരും കിഴങ്ങന്മാരാണ് എന്നുള്ള രീതിക്ക് മാത്രമേ നമുക്ക് ഈ ബുക്ക് വായിക്കാൻ പറ്റുള്ളൂ. ആസ്വദിച്ച് നിങ്ങൾ വായിക്കണം. കാരണം നമ്മുടെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച സൃഷ്ടികളിൽ ഒരെണ്ണമാണ് ഈ ഒരു മഹാഭാരതം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി എഴുതിയിട്ടുള്ള ഒന്നാണ് മഹാഭാരതം. അത് വായിക്കണം. കാരണം പല പുറം രാജ്യങ്ങളിലും ഈ ഒരു മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനെ പഠന വിഷയമായി വരെ സമീപിക്കുന്ന ആളുകളുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഒരു തീമിൽ വരുന്ന ഒരുപാട് സീരീസുകളുണ്ട് അല്ലേ? ഗെയിം ഓഫ് ത്രോൺസ്, വൈക്കിംഗ്, അങ്ങനെ ഒരുപാട് സീരീസ് ഉണ്ട്. ലോർഡ് ഓഫ് ദ റിങ്സ്. ഈ മഹാഭാരതം ഒരു സീരീസാക്കി ഇറക്കുന്നത് വരെ മാത്രമേ, അല്ലെങ്കിൽ ഈ മഹാഭാരതം അതേപോലെ തന്നെ സീരീസാക്കിയോ സിനിമയാക്കിയോ അതേ ബഡ്ജറ്റിൽ ഇറക്കുന്നത് വരെ മാത്രമേ ഈ ഗെയിം ഓഫ് ത്രോൺസിനും വൈക്കിങ്സിനും ലോർഡ് ഓഫ് ദ റിങ്സിനും ഒക്കെ ആയുസുള്ളൂ. ഈ ഒരു സംഭവം വന്നാൽ പിന്നെ ഇതിനു മേളിൽ വരാനായിട്ടൊന്നും കാണത്തില്ല. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒന്നാണ് മഹാഭാരതം. അതിൽ നമ്മളെല്ലാ ഇന്ത്യക്കാരും അഭിമാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? അത് നമ്മളെല്ലാവരും അഭിമാനിക്കുക തന്നെ ചെയ്യണം. ഇവിടെ ഇന്നാളുടെ ആരാധകൻ എന്നും പറഞ്ഞ് മാറി നിന്നുകൊണ്ട് ഇതിനെ കുത്തിക്കീറുന്നതിന് പകരമായിട്ട് അഭിമാനത്തോടു കൂടി ഇത് വായിക്കാൻ ശ്രമിക്കണം. ഇത് വായിച്ചിട്ട്, കാരണം ഇതെല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇത് വായിച്ച് ഇതിൻ്റെ സത്ത ഉൾക്കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങൾ ജീവിതത്തിലൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് വായിക്കുന്നത് കൊണ്ടുള്ള ഗുണമുണ്ടാവും. ഓരോ തവണയും മഹാഭാരതം നിങ്ങൾ വായിക്കുമ്പോൾ, ഓരോ തവണയും മഹാഭാരതത്തിൻ്റെ കഥകൾ നിങ്ങൾ കേൾക്കുമ്പോൾ, അതിപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിലും വേറെ ആര് പറഞ്ഞാണെങ്കിലും കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഭിമാനമുള്ളവരാവണം. കാരണം ഇവിടെയാണ് ഇങ്ങനൊരു സംഭവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതെപ്പോഴും ഓർക്കണം. ഈ ഒരു വേളയിൽ അതുകൂടെ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഞാനൊരു ചെറിയ യാത്രയൊക്കെ പോയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒക്ടോബർ 15 അടുത്ത എപ്പിസോഡ് വരുന്നതെന്ന്. ക്ഷമയോടെ കാത്തിരുന്നതിന് ഒരുപാട് നന്ദി. പിന്നെ അടുത്ത എപ്പിസോഡ് അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഒക്ടോബർ മാസം തീരുന്നതിന് മുൻപ് ഈ ഒരു സീരീസ് എനിക്ക് വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അധികം താമസിയാതെ തന്നെ അടുത്ത എപ്പിസോഡ് ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ